കൊടുക്കുന്നിൽ സുരേഷ്, വലിയൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഈ 13 വയസ്സുള്ള കുട്ടിയുടെ മരണം ഒഴിവാക്കാൻ കഴിയേണ്ടതായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. താങ്കൾ ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ വിവരം എന്താണ്? MP കൊടുക്കുന്നിൽ സുരേഷ് അദ്ദേഹത്തിലേക്ക് എത്താമെന്ന് കരുതുന്നു. വിനീഷ് തുടരാം. നമ്മൾ പറഞ്ഞു വരുന്നത് ഇതാരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച, എപ്പോൾ പരാതി കൊടുത്തു, ഈ പരാതിയോട് KCB എന്ത് നിലപാടെടുത്തു? നേരത്തെ മന്ത്രി പറയുന്നത് പോലെ സ്കൂൾ ആദ്യം ഉണ്ടായോ? യെസ്, MP ശ്രീ കൊടുക്കുന്നിൽ സുരേഷ് നമുക്കൊപ്പം. ശ്രീ കൊടുക്കുന്നിൽ സുരേഷ്, ഈ സംഭവം താങ്കൾ അറിഞ്ഞിരുന്നോ? ഇത്രയും ദുഃഖകരമായിട്ടുള്ള സംഭവം, ഇത് ആരുടെ വീഴ്ചയാണ് എന്ന് ഇനി അന്വേഷിച്ചാൽ പോലും ഈ കുരുന്നു ജീവൻ തിരിച്ചു പിടിക്കാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനത്തെയുള്ള അനാസ്ഥ ആവർത്തിക്കരുതല്ലോ. എന്താണ് താങ്കൾക്ക് ഈ സംഭവത്തെക്കുറിച്ച് കിട്ടിയ റിപ്പോർട്ട്? ഈ സംഭവം നടന്നിരിക്കുന്നത് ചവറ അസംബ്ലി മണ്ഡലത്തിൽപ്പെട്ട തെക്ക് ഭാഗം ഹൈസ്കൂളിലാണ്, ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പക്ഷേ ഈ വിദ്യാർത്ഥി എന്ന് പറയുന്നത് എന്റെ പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട കുന്നത്തൂർ അസംബ്ലി മണ്ഡലത്തിലെ പടിഞ്ഞാറേക്കലടയിലുള്ള വെളുന്തറ വലിയ പാടം തുള്ള കുട്ടിയാണ്. 13 വയസ്സുള്ള മൂത്ത്. ഇപ്പൊ നമുക്ക് കിട്ടുന്നവരനുസരിച്ച് ഈ കുട്ടിയുടെ ഒരു ചെരുപ്പ് കളിക്കുന്നതിനിടയിലോ അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടുകാരങ്ങളുടെ എടുത്തെറിയുന്ന ഭാഗത്ത് ഈ കാർ ഒക്കെ വെക്കുന്ന സൈക്കിളൊക്കെ വെക്കുന്ന ഒരു ഷെഡുണ്ട്, അതിന്റെ മുകളിലേക്ക് പോകുന്നു. അതെടുക്കാൻ വേണ്ടി കയറുമ്പോഴാണ് ഈ ഷോക്ക് ഉണ്ടായതെന്നാണ് പറയുന്നത്. ആ സമയത്ത് ഈ അതിലേക്കൂടെ പോകുന്ന ഇലക്ട്രിക് ലൈൻ വളരെ താഴ്ന്നു കിടക്കുകയായിരുന്നു. ഇപ്പൊ ഈ മഴയും കാറ്റുമൊക്കെ ഉള്ള സമയത്ത് പലയിടത്തും ഇലക്ട്രിക് ലൈനുകൾ താഴ്ന്നു കിടക്കുകയും ഇത് സ്വാഭാവികമാണ്. അപ്പൊ അത് കറക്റ്റായിട്ട് ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാരെ പരിശോധിച്ച് ഇത്തരത്തിൽ അപകടത്തിലെ താന്നും ചെരിഞ്ഞു കിടക്കുന്ന ലൈനുകൾ ഒക്കെ മാറ്റി സ്ഥാപിക്കേണ്ടത് ഈ മഴക്കാലത്ത് മുമ്പ് ചെയ്യേണ്ട പണികളാണ്. അത് ഇലക്ട്രിസിറ്റി ബോർഡ് ഒരിക്കലും ചെയ്യാറില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഇതുപോലുള്ള ഷോക്കേറ്റ മരണങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റു പല ഭാഗത്തും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് തീർച്ചയായും വിശദമായി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ലൈൻ അവിടെ താഴ്ന്നു കിടന്നത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ആരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ്, ആരുടെ ഭാഗത്താണ് ഇങ്ങനെ ഒരു ദാരുണമായ മരണം സംഭവിക്കാൻ, ഒരു 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടി, നിതിൻ എന്ന കുട്ടി ഇങ്ങനെ മരിക്കാനുണ്ടായ സാഹചര്യം, ഈ ദാരുണമായ അപകട മരണത്തിന് കാരണക്കാരാരാണെന്നുള്ളത് വിശദമായി പരിശോധന നടത്തി അടിയന്തര നടപടി സ്വീകരിക്കണം, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നതാണ്. MP, ഇതിനകത്ത് മഴക്കാലത്ത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഹൈ വോൾട്ടേജ് ലൈനാണ്. അപ്പോൾ ഈ സാധാരണ ലൈൻ കമ്പിയേക്കാളും കൂടുതൽ അത്രയധികം താഴ്ന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല, ഇത് ഇപ്പോഴത്തെ ഒരു മഴക്കാലത്ത് താഴ്ന്ന പോലെയല്ല, ഇത് താഴ്ന്നിരിക്കും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഒരു പക്ഷേ ആ ക്ലാസ്സിലിരുന്ന കുട്ടികൾ കൈ എത്തിക്കുകയോ അല്ലെങ്കിൽ ഒരു കൊട പുറത്തേക്ക് ഇട്ടാൽ പോലും ഇതിനകത്ത് തൊടുന്ന രീതിയിലാണ് ഇത് താഴ്ന്നു വന്നിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. സ്കൂൾ അധികൃതർ നേരത്തെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ സ്കൂളുകാർ നേരത്തെ പരാതി കൊടുത്തു ഇതിങ്ങനെ താഴ്ന്നിരിക്കുന്നു എന്നിട്ട് KCB നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് വിവരം. അപ്പോൾ സാധാരണ ഈ ഒരു മഴക്കാലത്ത് സംഭവിച്ച വിഷയമല്ല. KCBയെ സംബന്ധിച്ചിടത്തോളം അവരിതിനകത്ത് അവർക്ക് ഒരു തരത്തിലും ഇങ്ങനെ ആര് മരിച്ചാലും, ലൈൻ കമ്പി തട്ടി മരിച്ചാലും അല്ലെങ്കിൽ തൂണ് വീണ് മരിച്ചാലും ഒന്നും അവരെ സംബന്ധിച്ചത് ഇതൊരു പ്രശ്നമല്ല. അവർക്ക് അവരുടേതായ ഒരു നടപടിക്രമമുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകും. മരിച്ചാലോ അപകടം പറ്റിയാലോ ഒന്നും അവർക്ക് ഇതിനകത്ത് വലിയ കൺസേൺ ഒന്നും അവർ കാണിക്കാറില്ല. അപ്പൊ ഇതൊരു റൊട്ടീൻ സംഭവമായിട്ട് മാറും. പോസ്റ്റ്മോർട്ടം ഇങ്ങനെ ലൈൻ തട്ടി മരിച്ച് ഷോക്കേറ്റ് മരിച്ചാൽ ആശുപത്രിയിൽ കൊണ്ടുപോകും, പോസ്റ്റ്മോർട്ടം നടത്തും, അടക്കും, അല്ലെങ്കിൽ നടത്തും. ഇതിനകത്തൊന്നും ഇലക്ട്രിസിറ്റി ബോർഡ് പറയും ഞങ്ങളുടെ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവർ തടിവെക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആദ്യത്തെ സംഭവം. ഒരുപാട് സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്മേൽ ശക്തമായ നടപടികൾ ഉണ്ടാകാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥന്മാരുടെ പല ന്യായീകരണങ്ങൾ കണ്ടെത്തും. അവരുടെ ഭാഗം രക്ഷപ്പെടാൻ വേണ്ടി, അവർക്ക് ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ പലതരത്തിലുള്ള കഥകൾ ഉണ്ടാക്കി അവരിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വൈദ്യുതി ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ കൊണ്ട് ആണ് പല ഈ ഷോക്കേറ്റ് മരണങ്ങളും നടന്നിട്ടുള്ളത്. അത് വ്യക്തമായ ഒരു അന്വേഷണം നടത്തി ബന്ധപ്പെട്ടവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കഴിയുള്ളൂ. ശ്രീ കൊടുക്കുന്നിൽ സുരേഷ്, ഇത് ഉദ്യോഗസ്ഥരുടെ മാത്രമാണോ? നമ്മൾ തന്നെ അല്പം മുൻപ് വൈദ്യുതി വകുപ്പ് മന്ത്രിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് സ്കൂളാണോ ലൈനാണോ ആദ്യം വന്നതെന്ന് അന്വേഷിക്കട്ടെ, ഇത് ആദ്യം വന്നത് ലൈനാണെങ്കിൽ സ്കൂൾ മാറ്റുന്നതിനെ കുറിച്ച്. അതായത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഈ പറയുന്നത്? ഒരു ഓഫ് ഹാൻഡ് ആയിട്ട് പറഞ്ഞതാണോ എന്നറിയില്ല, പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രതികരണമുണ്ട്. വകുപ്പ് ഇത് കാണുന്നത് എങ്ങനെയാണെന്ന് കൂടിയാണ് പ്രതിപക്ഷം കണക്കാക്കുന്നത്. ഈ മന്ത്രിസഭയിലെ മന്ത്രിമാരെല്ലാം തന്നെ ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തുന്നത്. ഓരോ മന്ത്രിമാരും അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചു കൊടുക്കുക, അവരുടെ വകുപ്പിൽ നടക്കുന്ന പല ഇത്തരം സംഭവവികാസങ്ങളെ ന്യായീകരിക്കുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, ഇതൊക്കെയാണല്ലോ നമുക്കറിയാം. നിലമ്പൂര്
നിലമ്പൂര് മറ്റേ അവിടെ വഴിക്കടവില് ഒരു വിദ്യാർത്ഥി അവിടെ ഷോക്കേറ്റ് മരിച്ചപ്പോഴ് വൈദ്യുതി ലൈൻ തട്ടി മരിച്ചപ്പോൾ അതിനെ ഗൂഢാലോചന എന്ന് വിശേഷിപ്പിച്ച മന്ത്രിയുള്ള ഒരു മന്ത്രിസഭാണ് ഈ മന്ത്രിസഭ. അത് അന്വേഷിക്കാനോ അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അതൊരു ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് മന്ത്രി പെട്ടെന്ന് തന്നെ അതിന് കൈകഴുകാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇപ്പൊ കൃഷ്ണൻകുട്ടി മന്ത്രിയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മന്ത്രിസഭയിലെ മന്ത്രിമാർ അവരുടെ വകുപ്പുകളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള വീഴ്ചകള് ഒക്കെ അത് കണ്ടില്ലെന്ന് നടിക്കുകയും ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന അതൊരു സ്ഥിരം പതിവാണ്. അപ്പൊ അതുകൊണ്ട് മന്ത്രി ഇത് തന്നെ പറഞ്ഞു, മന്ത്രിയുടെ വകുപ്പിന്റെ ഭാഗത്തുനിന്നോ ഉദ്യോഗസ്ഥ ഭാഗത്തുനിന്നോ ഒരു കുഴപ്പമില്ല. കുഴപ്പം ഈ കുട്ടിയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞു വരുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന സ്കൂൾ അധികൃതർ നേരത്തെ തന്നെ ഈ അപകടം മനസ്സിലാക്കിക്കൊണ്ട് പരാതി കൊടുത്തിരുന്നു. ഈ ഹൈ ടെൻഷൻ ലൈന് നിന്ന് വൈദ്യുതി പ്രവാഹം അനിയന്ത്രമായി ഉണ്ടാകുന്നു, അത് കുട്ടികളെയും അത് അപകടത്തിലേക്ക് എത്തിക്കുമെന്നൊക്കെയുള്ള പരാതി കൊടുത്തിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്മേൽ ഒരു വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തുനിന്നോ KECBയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കുന്നത്. വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നന്ദി. MP കൊടിക്കുന്നിൽ സുരേഷാണ് പ്രതികരിച്ചത്. KECBയുടെ ഭാഗത്തുനിന്ന് പല മഴക്കാലത്ത് പോലും കൃത്യമായി നടപ്പാക്കാത്ത നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് എങ്ങനെ എത്ര ജീവനുകളാണ് പൊലിയുന്നത് എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ വീണ്ടും വിനേഷിലേക്ക്